രാജീവ് ചന്ദ്രശേഖറിന് ഈ തെരഞ്ഞെടുപ്പ് നല്ല ഓർമ്മകളല്ലല്ലോ നൽകുന്നത്. കാരണം കോർപ്പറേഷനിൽ താൻ നിശ്ചയിച്ചിരുന്ന മേയറെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ അത്രയ്ക്കുള്ള ഈ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. പഞ്ചായത്തുകളിൽ തിരിച്ചടി, മുനിസിപ്പാലിറ്റികളിൽ തിരിച്ചടി, പന്തളം നഗരസഭ നഷ്ടമാകുന്നു. ഇനി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിയുക? അല്ലേ, നിങ്ങൾ രാജീവ് ഒരു ദിവസം കൊണ്ട് എന്താ പറയുക അത്ഭുതം സൃഷ്ടിക്കുമെന്ന് വിചാരിച്ചു. നല്ല പ്രശ്നം, നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന നല്ല പ്രശ്നം. മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. അത് ലിജോയുടെ പടമാണെന്ന്, മോഹൻലാലിൻ്റെ പടം അല്ലാന്ന്. ലിജോയുടെ പടത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാധന പടത്തിലുണ്ട്. ഇതൊരു ക്ലാസിക് പടമാണ്. അതൊരു മോഹൻലാലിൻ്റെ മാസ് എൻ്റർടൈനർ അല്ല. അതുപോലെയാണിത്. രാജീവിനെയും നിങ്ങളെന്താ പ്രതീക്ഷ? ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഞാൻ നിങ്ങൾ അന്നേ പറഞ്ഞില്ല, വിജയമാണ് പ്രധാനം, പിന്നോട്ട് പോകരുത്. രാജീവ് പിന്നോട്ട് പോയില്ലല്ലോ. വോട്ട് ഷെയർ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ അപേക്ഷ കൂടുതലാണ്. 25% വോട്ട് നേടുമെന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ രാഷ്ട്രീയക്കാരുടെ ഗീതമാണ്. 25% കിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നോട് തോന്നി അറൗണ്ട് 20 ലഭിച്ചില്ല. അത് കിട്ടിയില്ല. പക്ഷേ അത് നമ്മൾ പിന്നെ ലോക്സഭ ഇലക്ഷൻ കണക്കാക്കിയാണ് പറഞ്ഞത്. പക്ഷെ അത്ര കിട്ടണമെന്നില്ലല്ലോ. അത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനാണ് ഏറ്റവും പിന്നോട്ട് പോയത്. അടുത്ത കാലത്ത് അതിനെക്കാട്ടും കൂടിയല്ലോ, 15% എത്തിയില്ലേ. 2016 വോട്ടിംഗ് അത്രയെത്തിയവർ. അത് നിലനിർത്താൻ പറ്റുന്നുള്ള വലിയ കാര്യമാണ്. പിന്നെ പഞ്ചായത്തുകളുടെ എണ്ണം കൂടിയില്ലേ, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 2 കൂടിയില്ലേ. തൃശ്ശൂരിൽ വലിയ തിരിച്ചടി. തിരിച്ചടി ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് വേണ്ടി. അത് ആ കന്യാസ്ത്രീകളുടെ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. സുരേഷ് ഗോപിയുടെ ഡയലോഗ്സിൻ്റെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചില വർത്തമാനങ്ങൾ ആളുകൾ പിടിക്കുന്നില്ല. നീ ഇപ്പം എങ്ങനെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ അല്ല. നീ ഒരു MLA ആയി കഴിഞ്ഞാൽ നിനക്ക് ഇതുപോലെ ഡയലോഗ് അടിക്കാൻ പറ്റില്ല. ആളുകൾ നിന്നെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാവും. അണ്ണൻ ഈ ഒരു പ്രശ്നമുണ്ട്. അണ്ണൻ ഇപ്പോഴാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡിങ് ആണ് ജനങ്ങൾ. തൃശ്ശൂരുകാർ MBA കിട്ടിയിട്ട് പോലും 6 നിന്ന് 8 വന്നത്. ഈ കൊല്ലം ജില്ലയിൽ പോലും 6 നിന്ന് 12 ഇതൊക്കെ സംഭവിക്കും. തൃശ്ശൂരിൽ MBA കിട്ടിയല്ലോ. ആ 8 വന്ന ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഒരുപാട് സ്ഥാനാർത്ഥികളെ നിർത്തി. പിന്നെ ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഇവർക്ക് അനുകൂലമായിട്ട് വന്നു. കഴിഞ്ഞ പിന്നെ പല കാരണങ്ങളുമുണ്ട്. UDF അനുകൂലമായിട്ട് വന്നു. അതൊക്കെയാണ്. പിന്നെ കുറച്ചൊക്കെ അണ്ണൻ കുറച്ചും കൂടി ഒന്ന് മയപ്പെട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ആളുകൾക്ക് അണ്ണൻ അഭിനയിക്കാറില്ല, ജീവിക്കലാണ്. പക്ഷേ ചില സമയത്ത് അഭിനയിക്കേണ്ടി വരും. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെ സ്ഥലത്ത് അത് അണ്ണൻ ചെയ്യുന്നില്ലെന്നുള്ള പ്രശ്നമുണ്ട്. അതിൻ്റെ ഉപരിയായിട്ട് UDF ഏൽപ്പിക്കാൻ തീരുമാനം ക്രിസ്ത്യൻ സഭകൾ എടുത്തിരുന്നു. ഒഫീഷ്യലായി പ്രഖ്യാപിച്ചില്ല. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. പൊതുവേ നോക്കുകയാണെങ്കിൽ നല്ല ഭേദപ്പെട്ട പെർഫോമൻസാണ്. കോഴിക്കോട് ഇത്തിരി എത്തിയില്ലേ. മലബാറിൽ പൊതുവേ ഇൻട്രോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി, ചെറിയ കാര്യമല്ല. അതൊക്കെ ഞാൻ സത്യം മതി. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുമെന്ന് ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞു. ഇലക്ഷന് മുമ്പ്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എന്താ പറഞ്ഞത്? കിട്ടാൻ സാധ്യതയില്ല. എന്താ കാരണം? BJPക്കാർ തന്നെ വലിച്ചിട്ടിട്ടു. 2 ആത്മഹത്യകൾ, അത് ഒരു ഘടകമായിരുന്നു. പക്ഷേ എന്നിട്ടും ജയിച്ചു എന്നുള്ളിടത്താണ് രാജീവിൻ്റെ സുരേഷിൻ്റെ മിടുക്ക്. കാരണം അത് കൃത്യമായ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ്. പല സ്ഥലത്തും ചെറിയ ഭൂരിപക്ഷത്തിനെ ജയിപ്പിച്ചെടുക്കുകയായിരുന്നു. അതൊക്കെ രാജീവിൻ്റെ വിജയം തന്നെയാണ്. BJPയെ പോലെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു പറഞ്ഞ ഒരു ദിവസം കൊണ്ട് ഭരണം പിടിക്കുമെന്നൊക്കെ BJPക്കാർക്കും ഈ പറയുന്ന അന്തം പിന്നെ RSSകാർക്കും മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ല, അതോടൊപ്പം തന്നെ അവസാനം അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ശ്രീലേഖ മേയർ ആവണമെന്നായിരുന്നു. അങ്ങനെ എന്തിനോട് പറഞ്ഞു? അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഇന്നലെ കണ്ട അറിയല്ലോ മുഖഭാവം. അങ്ങനെയൊന്നുമില്ല. രാജീവ് ബേസിക്കലി കാഞ്ഞ ബുദ്ധിയല്ലേ. രാജീവിന് അങ്ങനെ പിന്നെ ശ്രീലേഖയോ രാജേഷോ ഒന്നുമില്ല. രാജീവിന് ഈ പറഞ്ഞ ഈ അപ്പർ ഹാൻഡ് കൊടുത്ത ആരാണ് ഇവിടെ? അത് കേന്ദ്ര നേതൃത്വമാണ്. കേന്ദ്ര നേതൃത്വം പറയുന്നത് രാജീവ് ചെയ്യും. ഇത്രേ ഉള്ളൂ. അത് പേഴ്സണൽ ഇൻട്രസ്റ്റ് ചിലപ്പം നിന്നാക്കണമെന്നുണ്ടോ? അതുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പല താല്പര്യങ്ങളുണ്ടാവും. പാർട്ടി പറയുന്നത് അല്ലേ രാജീവ് എവിടെയെങ്കിലും പറയണം ഇവരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ രാജേഷിനെ സംബന്ധിച്ച് രാജേഷ് സീനിയർ മോസ്റ്റ് നേതാവാണ്. ഇപ്പം കൗൺസിലിൽ ഇപ്പം ശരിക്കും ആക്കേണ്ടിയിരുന്ന ഗോപനെയാണ്. MR ഗോപൻ വളരെ കാലമായിട്ട് BJPക്ക് വളരെ ചുരുക്കം സീറ്റുള്ള സമയത്തെ കൗൺസിലറാണ്. ഗോപൻ എവിടെ നിന്നാലും ജയിക്കുകയും ചെയ്യും. MR ഗോപനെയാണ് ആക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് BJPയുടെ ആഭ്യന്തര കാര്യമാണ്. നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പം അത് രാജേഷിനാക്കിയെന്ന് വെച്ചാൽ രാജേഷ് സിറ്റിയിൽ കുറേ കാലമായിട്ടുണ്ട്, സംസ്ഥാന നേതാവാണ്. പിന്നെ രാജീവ് ക്ലോസ് ഫൈറ്റ് നടത്തിയ സമയത്ത് അന്ന് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ സെൻട്രൽ ലീഡർഷിപ്പിനും അദ്ദേഹം വളരെ സുപരിചിതനാണ്. പിന്നെ ശ്രീലേഖയ്ക്കാണെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കിട്ടുകയാണ്. രാജീവ് എല്ലാവരും വളരെ പ്ലീസിംഗ് ആയിട്ട് ഇടപെടുന്ന ആളാണ്. ഇപ്പോൾ SDPIക്കാരാണെങ്കിൽ പോലും രാജീവ് വളരെ പ്ലീസിംഗ് ആയിട്ട് ഇടപെടുന്നു. BJPക്ക് ആദ്യം അധികാരം കിട്ടിയപ്പോൾ അവർ അഡ്വാനിനല്ല വാജ്പേയിനെയാണ്
പ്രധാനമന്ത്രിയാക്കിയത്. പക്ഷേ RSS താല്പര്യം അഡ്വാനി ആയിരിക്കും, പക്ഷേ വാജ്പേയി ആയിരുന്നു വേണ്ടിയത്. അതുപോലെ ആളാണ് രാജേഷ്. രാജേഷ് എനിക്കറിയാലോ, ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പോൾ എല്ലാവരോടും വളരെ പ്ലീസിങ് ആയിട്ട് ഇടപെടുന്ന ഒരാളാണ്. നിയമസഭയിൽ എങ്ങനെയായിരിക്കും രാജീവിന്റെ തന്ത്രങ്ങൾ? അതിപ്പം പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ BDJS പോകുന്നുണ്ടെന്ന് കേട്ടു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റുന്നൊരവസ്ഥയാണ്. അക്കൗണ്ട് തുറക്കുന്നു. അക്കൗണ്ട് ഒരു 5 സീറ്റ് വരെയൊക്കെ കിട്ടാം. 5 സീറ്റ് മാക്സിമം. ഞാൻ 5 തൊട്ട് 10 വരെ പറഞ്ഞത്. ഇപ്പോൾ വെച്ചാൽ നമുക്ക് 5 തൊട്ട് 10 വരെ പറയാൻ പറ്റില്ല. 5 മാക്സിമം. അത് തൃശ്ശൂർ കിട്ടുകയായിരുന്ന സീറ്റുകൾ എനിക്ക് അറിയില്ല, എനിക്ക് കിട്ടുമെന്ന്. ഇപ്പോൾ തിരുവനന്തപുരത്ത് സാധ്യതയുണ്ട്, പിന്നെ കാസർഗോഡ് ഒരു സീറ്റ്, സെൻട്രൽ ട്രാവൻകൂറിലാണ് സാധ്യത കൂടുതൽ. പക്ഷെ അത് എങ്ങനെ വരും എന്നുള്ളൊരു ഫാക്ടറാണ്. ഈ തിരുവനന്തപുരം പറയുമ്പോൾ കഴക്കൂട്ടവും വട്ടൂർക്കാവെല്ലാം അങ്ങനെ പെട്ടെന്ന് വിജയിച്ച് കയറാൻ കഴിയുമോ? നിയമത്തിൽ ചിലപ്പോൾ രാജീവ് അത് ഏത് സ്ഥാനാർത്ഥി ആരാണ് എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും. എങ്കിലും അവർക്ക് സാധ്യതയുണ്ട്. സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. 5 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. CPM-നാണ് തുടർഭരണമെങ്കിൽ BJPക്ക് സാധ്യതയുണ്ട്. അല്ല UDF ആണ് വരുന്നതെങ്കിൽ അത് തരംഗമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടാവും. തരംഗം വന്നാൽ ബുദ്ധിമുട്ടാണ് BJPക്ക് ജയിച്ചു കയറാം. UDFന്റെ തരംഗം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷമൊന്നുമില്ല. അല്ലെങ്കിൽ കിട്ടും. തരംഗം വന്നാലും വീഴാതിരിക്കുന്നത് നിയമം മാത്രം കാണും. നിയമം നമുക്ക് പറയാൻ പറ്റില്ല. നിയമത്തിൽ കഴിഞ്ഞോടെ തോറ്റല്ലോ, ഇനി പറയാൻ പറ്റില്ല. അത് നിങ്ങൾ സാധ്യതയുണ്ട്. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന എല്ലാവർക്കും മെച്ചമാണ്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ പ്രതീക്ഷ BJP ആണ്. രാജീവ് ചന്ദ്രശേഖർ വന്നു വിചാരിച്ചിട്ട് പെട്ടെന്ന് കുതിച്ചുകാട്ടാൻ പറ്റില്ല. എസ്പെഷ്യലി കോൺഗ്രസ് ശക്തിപ്പെടുകയാണെങ്കിൽ തീരെ പറ്റില്ല. CPM-നെ തകർത്ത് അതിൻ്റെ വോട്ട് ബാങ്കിലേക്ക് കാരണം കുറച്ച് ടൈം എടുക്കും. കോൺഗ്രസ്സാണ് എളുപ്പം. പക്ഷേ കോൺഗ്രസ് പ്രകൃതിയാൽ കോൺഗ്രസ് ശക്തിപ്പെട്ട് വരുന്ന അവസ്ഥ നമ്മൾ കണ്ടത്. ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അത് BJPക്ക് അത്ര ഗുണകരമായ ഒരു അവസ്ഥ ആയിരിക്കില്ല. എങ്കിൽ ഇപ്പോൾ 5 സീറ്റ് വരെ കിട്ടും. അത് കിട്ടിയാൽ മതി. ഇമ്മീഡിയറ്റ് ആയിട്ട് ഭരണം പിടിച്ചു കൊടുക്കാനൊന്നും മോഡി രാജീവിനോട് പറഞ്ഞിട്ടില്ല. പിന്നെ മറ്റു സമുദായങ്ങൾ BJP ആയിട്ട് അകലം കുറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ വിജയം. അത് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് റിസൾട്ട് ഉണ്ടാക്കും. അപ്പോൾ തൃശ്ശൂർ ഒരു ഭൂരിപക്ഷ ഹിന്ദു വാർഡിൽ പഞ്ചായത്ത് മെമ്പർ BJP ഒരു മുസ്ലിം പെൺകുട്ടിയാണ് നിർത്തി വിജയിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ മുസ്ലിം ഭൂരിപക്ഷം പ്രദേശം ഹിന്ദു പെൺകുട്ടീനെ BJP ജയിപ്പിച്ചിട്ടുണ്ട്. അന്നത്ര എളുപ്പമുള്ള കാര്യമല്ല. മുസ്ലിം ഭൂരിപക്ഷം പ്രദേശത്തെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചിലപ്പോൾ ഹിന്ദു പെൺകുട്ടിയെ ജയിപ്പിക്കാൻ പറ്റും. പക്ഷേ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം പെൺകുട്ടിയെ ജയിപ്പിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ BJP സ്നേഹികൾ തുടങ്ങി. അയ്യോ BJP തോറ്റേന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഇലക്ഷന് മുമ്പ് BJPനെ പറഞ്ഞുകൊണ്ടിരുന്നത്, രാജീവിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ആഫ്റ്റർ ഓൾ നോക്കുമ്പോൾ BJPക്ക് ഈ ഇലക്ഷൻ ഞാനങ്ങനെ ഒരുപാട് പ്രതീക്ഷിച്ചില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ നല്ല ഭേദപ്പെട്ട സാറും പറഞ്ഞിരുന്നല്ലോ രാജീവ് വലിയ രീതിയിൽ മാറ്റങ്ങൾ രാജീവ് കൊണ്ടുവരുന്നുണ്ടല്ലോ. അന്ന് ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞിരുന്നു. ആഫ്റ്റർ ഓൾ ഇലക്ഷൻ്റെ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇലക്ഷൻ റിസൾട്ട് രാജീവിന് അനുകൂലമാണ്. ഒരു കോർപ്പറേഷൻ കിട്ടിയില്ലേ, പിന്നെ ബാക്കി എല്ലാ സ്ഥലത്തും എണ്ണം കൂട്ടിയില്ലേ, പഞ്ചായത്തുകളാണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും എണ്ണം കൂട്ടിയില്ലേ, അതുപോലെ പതുക്കെ ഇനിയിപ്പോൾ അതൊക്കെ സ്പേസ് ഉണ്ടാക്കണ്ടല്ലോ. ഒരു ദിവസം കൊണ്ടെല്ലാം സാധിക്കുമെന്ന് വിചാരിച്ചു. ഇറ്റ് ടേക്സ് ടൈം. സോഫ രാജീവിൻ്റെ പെർഫോമൻസ് മോശമൊന്നുമല്ല. ഇതിലും മോശമാണ് ഞാൻ ഇവരുടെ BJPക്കാരുടെ അടിവലി ഉള്ളതുകൊണ്ട് ഇതിലും മോശമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത്ര സംഭവിച്ചില്ല. അതുകൊണ്ട് നല്ല ഭേദപ്പെട്ട പെർഫോമൻസാണ്. ഇനി കുറേ വിശാരദന്മാർ വന്നിട്ടുണ്ട്. ഭയങ്കര രാജീവ് സ്നേഹികളും RSS സ്നേഹികളും. അവരുടെ ഉദ്ദേശം വേറെയാണ്, നക്കിക്കൊല്ലലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.